ടി.വി. പ്രസാദ്, ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഞങ്ങൾക്കെന്താണ് പുറത്തുവിടാൻ കുഴപ്പമെന്നാണ്. പുറത്തുവിടാൻ പറഞ്ഞത് വിവരാവകാശ കമ്മീഷനാണ്. വിവരാവകാശ കമ്മീഷൻ പറഞ്ഞത് കൂടാതെയുള്ള ഭാഗങ്ങൾ കൂടി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് സാംസ്കാരിക വകുപ്പ് നീക്കം ചെയ്തിരുന്നു. അതിനും പുറമെ മുന്നറിയിപ്പില്ലാതെയാണ് ഈ 5 പേജുകളിലായിട്ട് 11ഓളം ഖണ്ഡികകൾ നീക്കം ചെയ്തത് എന്നതാണ് നമ്മളുടെ വാദം. എന്നാലും ഇപ്പോൾ സാംസ്കാരിക വകുപ്പ് മന്ത്രി പറയുന്നത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല, വിവരാവകാശ കമ്മീഷൻ പറഞ്ഞാൽ പുറത്തുവിടാമെന്നാണ്. അന്നേ തന്നെയുള്ള ഓർഡറിൽ ഇതടക്കമുള്ള ഭാഗങ്ങൾ പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവുണ്ട്. ആ ഉത്തരവുണ്ടായിരിക്കെയാണ് സാംസ്കാരിക വകുപ്പ് ചട്ടവിരുദ്ധമായി നമുക്കടക്കം നൽകേണ്ടിയിരുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ഈ 11ഓളം ഖണ്ഡികകൾ പൂഴ്ത്തിവെച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ ടി.വി. പ്രസാദ്? ഉറപ്പായും അരുൺ, അതായത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് സർക്കാർ പറയുന്നതൊന്നും പ്രവർത്തിക്കുന്നത് മറ്റൊന്നും എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം. അതായത് വിവരാവകാശ കമ്മീഷണർ കൊടുക്കാൻ പറഞ്ഞ ഉത്തരവിന്റെ ഭാഗത്തിൽ 5 പേജുകൾ വെട്ടിക്കളഞ്ഞാണ് പുറത്തേക്ക് വിട്ടത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരുപക്ഷെ റിപ്പോർട്ടർ ആ വാർത്ത പുറത്തു കൊണ്ടുവന്നില്ലായിരുന്നുവെങ്കിൽ ഈ 5 പേജുകളും പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. യഥാർത്ഥത്തിൽ സജി ചെറിയാൻ പറയുന്നത് പോലെ അത്ര നിഷ്കളങ്കമായിരുന്നു കാര്യങ്ങൾ എങ്കിൽ എന്തുകൊണ്ടാണ് അന്ന് വിവരാവകാശ കമ്മീഷണർ പുറത്തുവിടാൻ പറഞ്ഞ ഭാഗം പുറത്തുവിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല, മനസ്സിലാക്കുന്ന ഈ 5 പേജുകൾ എന്നുള്ളത് ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതും. അതുകൊണ്ട് തന്നെയാണ് ഈ 5 പേജുകൾ കടും വെട്ടിക്കൊണ്ട് അത് പുറത്തേക്ക് വിടരുത് എന്ന ഉദ്ദേശം സർക്കാർ എടുക്കുന്നത്. യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തത് ചട്ടവിരുദ്ധമായ കാര്യമാണ്. വിവരാവകാശ കമ്മീഷണർ പറഞ്ഞ കാര്യം ചെയ്യാതെ 5 പേജും കൂടി പൂർത്തിയാണ് ചെയ്തത്. അതിനുശേഷമാണ് വാർത്താ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവരുന്നത്, നമ്മുടെ റോഷിപ്പാൽ പരാതി കൊടുക്കുന്നത്, അതിൽ അപ്പീൽ കൊടുക്കുന്നത്, ആ അപ്പീലിൽ തീരുമാനമുണ്ടാകുന്നത്, ഇന്ന് അതിന്റെ ഉത്തരവ് പുറത്തിറങ്ങുന്നത്. തീർച്ചയായും നമ്മൾ പ്രതീക്ഷിക്കുന്ന അരുൺ, ഈ 5 പേജുകൾ കൂടാതെ വലിയ പ്രശ്നങ്ങളില്ലാത്ത മറ്റു ചില പേജുകളും പുറത്തുവിടണം എന്ന ഉത്തരവായിരിക്കും ഇന്നിപ്പോൾ ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന്റെ നടപടികളിലേക്കാണ് വിവരാവകാശ കമ്മീഷണർ കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതും. ഇന്നിപ്പോൾ 11 മണിക്ക് തന്നെ 10 മിനിറ്റ് കഴിഞ്ഞാൽ ഈ ഉത്തരവ് പുറത്തുവരും. ആ ഉത്തരവ് അപ്പീൽ കൊടുത്ത നമ്മുടെ റിപ്പോർട്ടർ റോഷിപ്പാലിന് കിട്ടുകയും ചെയ്യും. എന്തായാലും സജി ചെറിയാൻ പറയുന്നത് പോലെ ആയിരുന്നില്ല കാര്യം. കഴിഞ്ഞ 4.5 വർഷത്തിലേറെ കാലം ഈ റിപ്പോർട്ട് പൂഴ്ത്തിവെക്കുകയും പിന്നീട് വിവരാവകാശ കമ്മീഷണർ അത് പുറത്തുവിടാൻ ഉത്തരവിട്ടതിന് ശേഷവും നടത്തിയ കള്ളക്കളികൾ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അത് പുറത്തുവിടരുത് എന്ന ഉദ്ദേശം ഉള്ളതുപോലെ തന്നെയാണ് സർക്കാരും സാംസ്കാരിക വകുപ്പും അതിനെ സമീപിച്ചത് എന്ന കാര്യവും വസ്തുതയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുറത്തുവിടാൻ പറഞ്ഞ ഭാഗത്തിലും 5 പേജുകൾ, ആ 5 പേജുകൾ പൂഴ്ത്തിവെച്ചുകൊണ്ടാണ് അത് പുറത്തുവിട്ടത്. ഒടുവിൽ റിപ്പോർട്ടർ അത് പുറത്തുവിട്ടതിന് ശേഷമാണ് ഈ പേജുകൾ കൂടി പുറത്തുവിടണം എന്ന തീരുമാനത്തിലേക്ക് വിവരാവകാശ കമ്മീഷൻ എത്തുന്നത്. അല്പസമയത്തിനകം തന്നെ ആ ഉത്തരവ് ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്ക് പ്രതീക്ഷിക്കാം. ടി.വി. പ്രസാദ്, റോഷിപ്പാൽ റിപ്പോർട്ടിന്റെ ഇടപെടലിനെ തുടർന്ന് വിവരാവകാശ കമ്മീഷണർ ഇപ്പോൾ വിധി പറയും. ആ വിധി പറയുമ്പോൾ നീക്കം ചെയ്തിരിക്കുന്ന 5 പേജുകളിലെ 11 ഖണ്ഡികകൾ മാത്രമാണോ, കൂടുതൽ പേജുകളും ഖണ്ഡികകളും പുറത്തു വരുമോ എന്നതാണ് നമ്മൾ ആകാംക്ഷാപൂർവ്വം കാത്തിരിക്കുന്നത്. ഇതിൽ പുറത്തു വന്നതിലും അധികം ഗൗരവമേറിയ വിഷയങ്ങൾ ഇനി പുറത്തു വരാനുള്ള ഭാഗത്തിരിക്കുന്നു. ഇതാണ് ചട്ടവിരുദ്ധമായി സാംസ്കാരിക വകുപ്പ് പൂഴ്ത്തിവെച്ചത്. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത് റിപ്പോർട്ടർ ടി.വിയാണ്. റിപ്പോർട്ടർ ടി.വിയുടെ ഇടപെടലിനെ തുടർന്നാണ് പരാതിയായി റിപ്പോർട്ടർ ടി.വി പോയതിനു ശേഷമാണ് വിവരാവകാശ കമ്മീഷണർ ഈ വിഷയത്തിൽ പരിശോധന നടത്തുകയും ഇരുഭാഗത്തിന്റെയും വാദം കേട്ടു. അതിൽ റിപ്പോർട്ടർ ടി.വി ഉന്നയിച്ച വാദത്തിൽ കഴമ്പുണ്ടെന്ന് വിവരാവകാശ കമ്മീഷണർ കണ്ടെത്തി. ഇന്നിപ്പോൾ സുപ്രധാനമായ വിധി വരും. വിധി വന്നാലുടൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ എന്തൊക്കെയാണോ മാറ്റിവെച്ചത് ആ ഭാഗങ്ങളടക്കം പുറത്തുവരികയും ചെയ്യും.